കളിക്കാൻ വിട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ സൗണ്ടിന് ഇത്തിരി വ്യത്യാസമുണ്ട്. ജലദോഷം വന്നിട്ട് കുറേ ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ഇടാനൊന്നും പറ്റുന്നില്ല. എങ്കിലും നമ്മളൊന്നും മറന്നു പോകരുത് പ്ലീസ്. നമ്മുടെ വീഡിയോസ് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:30ക്കാണ് വരിക. എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു സംഭവം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള നമ്മുടെ റെസിപ്പീസും വൈകുന്നേരത്തിന് നല്ലൊരു സാലഡ് റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടിട്ട് വരാം. 2-3 പറിച്ചാലോ? നോക്കാം. ഏച്ചനൊക്കെ വന്ന് പറിക്കും വേണ്ടിട്ടൊക്കെ മറിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൈസ് കാണിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല. എൻ്റെ ഈ വിരലുകളുടെ ഫുള്ളും അളവുണ്ട്. ഇത്രയും വലുപ്പത്തിൽ ഈ കശുവണ്ടി പോലെ തോന്നുന്നുണ്ട്. ഇത് ഫുള്ളും ഇട്ടോ. മരം ഏകദേശം ഫുള്ളുണ്ട്. ഇനി അവിടെ മുകളിൽ നല്ല വലുപ്പത്തിലുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ട്. താഴെ ഇവിടെ ഒരു 10-12 ഉണ്ടായിരുന്നു. എൻ്റെ മക്കള് പറിച്ചു. ഒരെണ്ണം പറിക്കട്ടേക്കാ. ഇതിനേക്കാൾ വലുതുണ്ടായിരുന്നു. അത് പറിക്കാം. ഇതാണ് ഇതിൽ. ആയ് ഇത് പറിക്കാം. നമുക്ക് കൈ ഫുള്ളും നിൽക്കുന്നുണ്ട്. അയച്ചാ നിനക്കല്ല കടിക്ക് നോക്കട്ടെ. ബിസ്മില്ലാഹിർ എങ്ങനെയുണ്ടടാ? അവിടെ അമ്മ ഒരു കടി അടിക്കട്ടെ. ഉറുമ്പ് വരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതോ കുറേ ഉറുമ്പൊന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉറുമ്പുണ്ടാവും. അപ്പോൾ രാവിലത്തെ തിരക്കൊന്നും കാണിച്ചിട്ടില്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം നമ്മളും ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. കാരണം ഇവർ എപ്പോഴും എൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനില്ലാത്ത വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഹാൻഡ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിച്ചിടുക, ഇങ്ങനത്തെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക വേണം. പിന്നെ കിച്ചണിലുള്ള കാര്യം നോക്കണം. ഈ കുക്ക് ചെയ്യുന്ന സംഭവം ഷൂട്ടിങ് ചെയ്യണം. അതുകൊണ്ട് ടഫായിട്ട് ആണ് വീഡിയോ ശരിക്കും ഇടാൻ പോലും എനിക്കൊരു മടി തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഞണ്ട് കറിയാണ് വെക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞണ്ട് കൂട്ടാനായിട്ടും അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കൂട്ടാനായിട്ടും പിന്നെ ഒരു മോര് കറിയും കൂടെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഞണ്ട് കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുമെങ്കിലും സിമ്പിളായിട്ട് ഞാൻ റെസിപ്പീസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എണ്ണ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ഇന്ന് ഫസ്റ്റായിട്ടാണ് ഇതിൽ പട്ടയും ഏലക്കൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ ഇടില്ല കേട്ടോ. ഗ്രാമ്പും ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. എന്നിട്ട് ബാക്കി കുറച്ച് കുരുമുളക്, നമ്മൾ പൊട്ടിക്കാത്ത കുരുമുളകില്ലേ, ഫുള്ളായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ കുട്ടികളുള്ള സമയത്ത് നമുക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെവിടെയെങ്കിലും ഒതുക്കി ഇരുത്തിയിട്ട് വേണമല്ലോ നമ്മളിതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് കുരുത്തക്കേടുകൾ കാണിച്ചു വെക്കും. എൻ്റെ ഹാൻഡ് വാഷ് ഫുള്ളായിട്ട് ഒരു ദിവസം ഫുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോന്ന് കാണിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുക്കിങ്ങുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. ഇതിലൊന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ. പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ. അന്ന് നിങ്ങൾ ലൈക്ക് ഞാൻ ചോദിച്ച് വാങ്ങിയപ്പോൾ എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഉള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തക്കാളി അടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒരു റെസിപ്പി മാത്രമാണ് കാണിക്കുന്നത്. എല്ലാം കൂടി അങ്ങനെ ഇട്ടിട്ട് ഒക്കെ കൂടി അങ്ങനെ ഇളക്കി കൊടുക്കുക. പച്ചമണം വരാതിരുന്നാൽ മതി. പൊതുവെ പിന്നെ ഞണ്ടിനൊരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വെച്ചാലും അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യത്തിൽ ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക തന്നെ.
ഇനി അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് ഇതിൽ തേങ്ങാപ്പാൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഞണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. വലിയ ഞണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇറച്ചിയൊക്കെ കഴിക്കാൻ കിട്ടും. ഇത് പിന്നെ ചെറുതായതുകൊണ്ട് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ആകെ 1 കിലോ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പൊതുവേ ഞണ്ട് ചൂടാണ് എന്നാണ് പറയാൻ തോന്നുന്നു. അപ്പോൾ പിന്നെ ഇക്കാക്കൊന്നും ഇത് വലിയ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ കടിച്ചിങ്ങനെ പൊട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ എല്ലാവർക്കും അതിനകത്തുള്ള ഇറച്ചി ഇങ്ങനെ എടുത്തു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാല എല്ലാറ്റിലും ഒന്ന് ആവട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു പാലും കൂടെ ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് പകരമാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ആ ഗ്രേവിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞണ്ട് കറിയൊക്കെ വെച്ച ഉടനെ തന്നെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുക, ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിക്കുക. അപ്പോഴേക്കായിരിക്കും ആ മസാലയൊക്കെ അതിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അവസാനമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഞണ്ട് കറി കുറച്ചും കൂടി ഒന്ന് വറ്റി കുറുകി വരണം. ഞാൻ അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ബാക്കി നമ്മുടെ റെസിപ്പീസിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അത് സൈഡാക്കി വെച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് മോര് കാച്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 ലിറ്റർ മോരല്ല തൈര് വാങ്ങിയിട്ടുണ്ട്. അതൊന്നൊരു ആദ്യം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷേ എനിക്ക് ഇപ്പം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ പിരിയാത്ത പോലെ കിട്ടണം എന്ന് പറഞ്ഞാൽ മിക്സിയിൽ തന്നെ ഒന്ന് അടിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇനി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് അപ്പോഴേക്കും നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും മടിച്ചേൽക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പണിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇതേതുപോലെ ചെറുതായിട്ടൊന്ന് കരിപ്പിടിക്കുക. ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് വലിയ ഉള്ളി മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി ഒരു 2 പിടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ. നമുക്കിവിടെ ഒരു കുഞ്ഞ് കറിവേപ്പില മരമുണ്ട് കേട്ടോ. അതൊന്ന് പറിച്ചിട്ട് ഇടുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ഞാനിതിൽ കാണുമ്പോൾ കുറച്ച് ലാഗ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ബാത്റൂം കയറി കൂട്ടിനെ അയച്ച ബാത്റൂം പെക്ക ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞത് അതുപോലെ ആകുമ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൈര് അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പിരിഞ്ഞ പോലെ തോന്നും. ആക്ച്വലി ഇത് പിരിഞ്ഞതല്ല കേട്ടോ. അത് നമുക്കൊരു 3-4 ദിവസം വരെ എടുത്തു വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. ഇനി നമുക്കിത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന മാത്രമേ പാടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നിർത്താം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനും എൻ്റേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോഴേക്കും ഹയാന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് ആശ്വാസമായി. മക്കൾക്ക് ഇപ്പോൾ പിന്നെ ഡയപ്പർ കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഓരോ 3/4 മണിക്കൂർ കൂടുമ്പോൾ ബാത്റൂമിലേക്ക് കൊണ്ടുവിടാൻ കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതും കൂടെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുച്ചുക്കാണ് ഇപ്പോൾ ഓവർ. ചിലപ്പോൾ വേണിച്ചിട്ട് അകത്ത് മൂത്രം വെച്ചേക്കും. അപ്പോൾ ഞാനത് തളിക്കുന്നതിന് മുമ്പ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനം ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ പൊരിച്ചേക്കും. പിന്നെ മീനും ആക്ച്വലി തൈരും മോരും ഇതൊന്നും കൂട്ടാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മോരക്കറിയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാധനമാണ്, പുതിയൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതൊരു അക്വേറിയം ആണ്. പുതിയ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ടീപ്പോയ് അക്വേറിയം. നമ്മുടെ ടീപ്പോയിൽ അക്വേറിയം സെറ്റപ്പോട് കൂടിയിട്ട് ജീവനുള്ള മീനിൽ വളർത്തിക്കൊണ്ട് തന്നെ ഒരു ടീപ്പോയ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ മലപ്പുറത്തു നിന്ന് അവിടുന്ന് ആ ഒരു ഭാഗത്തു നിന്ന് കൊണ്ടുവന്നാണ് നമുക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക.
വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവമില്ലേ, ഇതുപോലെയൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു ഗ്ലാസും കൂടെ വരും കേട്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. പിന്നെ ഇതിൽ 2 കളറ് അവൈലബിൾ ആണ്. ഇതുപോലെ ഉള്ളിൽ അക്വാ ബ്ലൂ ഉണ്ട്, ഉള്ളിൽ വൈറ്റും കൂടി ഉള്ളത്. എനിക്ക് വൈറ്റ് ഉള്ളത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പെബിൾസ് അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം മീനും കൂടെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഹാളിലൊക്കെ വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോരുത്തർ ഓരോ സംഭവമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഗ്ലാസ് വെച്ച് കൊടുത്തതിന് ശേഷമല്ല, അതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക, ലീക്കാവില്ല. പിന്നെ പൗഡർ കോട്ടിക് പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ മീനുകളൊന്നും ചാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതുപോലെ മീനുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മീനുകൾ ഇങ്ങനെ നമ്മുടെ ഹാളിൽ വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഓടുന്നതാണ്, നല്ല ഭംഗിയുണ്ടാവും. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇത് വാഷ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ, ഇതൊന്നൊരു ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം കയറ്റുന്ന ആ ഒരു രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഗ്ലാസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സേഫായി. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ വെള്ളം മാറ്റുന്ന രീതിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. മീനുകളിലൊക്കെ പുറത്തിട്ടിട്ട് ഇതുപോലെ ഒരു ട്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ താഴ്പ്പും, എന്നിട്ട് നമുക്ക് പുതിയ വെള്ളം കയറ്റിയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വൈകുന്നേരം എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്കും എനിക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. നമ്മൾ സാധാരണ കസ്റ്റാർഡൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാം, അതല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എനിക്ക് കിട്ടില്ലല്ലോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനൊരു 2 ഈത്തപ്പഴം, പിന്നെ മുന്തിരിയില്ല, ഉണക്കമുന്തിരി, ബദാം അതും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത്, അതായത് ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഈ ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഫ്രൂട്ട് സാലഡ് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ചെറുതായിട്ടൊന്ന് കേട് വന്നിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇടാം. പഴം കട എൻ്റെ ഇവിടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റാർഡ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ആവശ്യത്തിന് കുറച്ച് ഫ്രഷ് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരത്തിന് നമുക്ക് മിൽക്ക് മെയ്ഡാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം. പക്ഷേ അതിനേക്കാളും നല്ലത് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു റിച്ച് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സാലഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സാലഡും കൂടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്, കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഹെൽത്തിയാണ്. വൈകുന്നേരം നല്ല വയറ് ഫില്ലായിട്ടിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഞാൻ വീണ്ടും ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ കുറേ സർപ്രൈസ് വീഡിയോസ് ഇനി അങ്ങോട്ടുണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇനി ഇത് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കാൻ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.